ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പഴവും മുട്ടയും ഒന്നും ചേർക്കാതെ വീട്ടിലെപ്പോഴുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. ഇതിനെ നമുക്ക് സ്വീറ്റ് ബോണ്ട എന്നോ അല്ലെങ്കിൽ ഉണ്ടം പൊരി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ 4 മണിക്ക് എന്ത് തയ്യാറാക്കും എന്നുള്ള ടെൻഷനും വേണ്ട. പഴവും മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് മാവ് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. റവ ഇല്ലെങ്കിൽ അരിമാവ് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1/2 ടീസ്പൂൺ ജീരകം, 4-5 ഏലക്ക ചതച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോവരുത്, കുറച്ച് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇഡലി മാവിന് കുഴയ്ക്കുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതേ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു മണിക്കൂറെങ്കിലും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് കുതിർന്ന് വരണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന വിധം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ വറുത്തെടുക്കാം. ഞാൻ കുറച്ച് കുഴിവുള്ള പാത്രത്തിലാണ് എണ്ണ ചൂടാക്കി എടുക്കുന്നത്. മീഡിയം തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ തവി കൊണ്ട് കോരി ഒഴിക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ടാണ് മാവ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കൈ ആദ്യം കുറച്ച് വെള്ളത്തിൽ മുക്കുക. അതിനുശേഷം മാത്രം മാവ് എടുക്കുക. എന്നാലേ കയ്യിൽ നിന്ന് മാവ് നന്നായിട്ട് വിട്ടു വരുള്ളൂ. നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ചെയ്യുന്നത് പോലെ. ഇതിനു മുന്നേ ഞാൻ ഉണ്ടം പൊരി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കാം. തീ മീഡിയത്തിൽ തന്നെ ഇടുക, തീ കൂട്ടി ഇടരുത്. അകമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ചെറുതായിട്ട് കളറൊന്നും മാറി വരണം. കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പഴമൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ബ്രൗൺ നിറമൊന്നും ആയി വരില്ല കേട്ടോ. ഇപ്പം ഇനി നമ്മൾ മറിച്ചിട്ട ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയും വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്വീറ്റ് ബോണ്ട തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പം നല്ല ചൂടുണ്ട്. അപ്പം നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിൽ വേണമെങ്കിൽ കപ്പലണ്ടിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.